ആണ്. അതാ പറയുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് നല്ല സജഷൻ, പോസിറ്റീവായിട്ടുള്ള സജഷൻ നമ്മളെ മനസ്സിലേക്ക് നിരന്തരമായി കൊടുത്താൽ എവരി ആക്ഷൻ ക്രിയേറ്റ് എ ഹാബിറ്റ്, എവരി ഹാബിറ്റ് ക്രിയേറ്റ് ആൻ ക്യാരക്ടർ. ആ ക്യാരക്ടർ ആയിരിക്കും നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ഗോളുകളിലേക്ക്, ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ലോകത്ത് പല ആളുകളും അങ്ങനെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വൈ നോട്ട്? എന്തുകൊണ്ട് എനിക്കും പറ്റില്ല? നേരത്തെ പറഞ്ഞ നമ്മളിങ്ങനെ അതിജയിച്ച് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള ആളുകളാണ്, ഭയങ്കര കഴിവുള്ള ആളുകളാണ്. നമ്മളെ ബ്രെയിനില് ഇപ്പം ജസ്റ്റ് എത്ര പെർസെൻറ്റേജാണ് നമ്മളൊക്കെ ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്മളിപ്പം ബ്രെയിൻ്റെ ഒക്കെ എത്ര പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നിലവിൽ? ടൈപ്പ് ചെയ്തോളൂ. നിങ്ങളെല്ലാവരും ലൈവിൽ ഇല്ലെന്ന് അറിയലും കൂടിയിട്ടാണ്. ഇല്ലേ? ആരും ഇല്ലേ? 30%. ആയി വാ. 1%. ഓ വാ, ആയി വാ. വരട്ടെ വരട്ടെ വരട്ടെ, അടുത്ത് വരട്ടെ. ബ്രെയിൻ ഇല്ലേ? ആ വരട്ടെ. 25. ആയി വാ. 100%. ആയി വാ. വിഷ്ണു, ഗുഡ്. 40%. 20. ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. 10%. ഷിനു, ആയി വാ. 30. ഓക്കെ ഓക്കെ. പലർക്കും പല വ്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും പുതിയ സയൻസ് പറയുന്നത് പല വ്യൂസ് ഉണ്ട്. നിലവിൽ നിരന്തരമായിട്ട് 80% ആളുകൾ പറയുന്നത് നമ്മളെ ബ്രെയിനിന്റെ 10% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി 90% അവിടെ എടുക്കുക. നമ്മളൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഓരോ സജഷൻസ് കൊടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ, നേരത്തെ പറഞ്ഞ പോലെ കുറേ ആക്ഷൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല സക്സസ് നമ്മളെ ലൈഫിൽ സാധ്യമാണ് എന്നുള്ളതാണ്. 90%, 50% പലരും പറയുന്നുണ്ട്. ഓക്കെ, ഞാനതിന് ഒരു 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 എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെന്താ കാണിക്കുന്നത്? 4 എന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ, ഈ 4 എന്ന് പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ കാരണം എന്താ? അത്യാവശ്യം പഠിക്കുന്ന ആളുകളല്ല. നമ്മൾ ഒരുപാട് മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഇക്വേഷൻസ്, E=mc², അങ്ങനെ പല ഇക്വേഷൻസും ഉണ്ട്. ഓക്കെ, ഇക്വേഷൻസ് ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മളെ ലൈഫായിട്ട് ബന്ധപ്പെട്ടൊരു മാത്സ്. ബ്രെയിന് 10% ആണ് നമ്മൾ യൂസ് ചെയ്ത് എന്ന് പൊതുവിൽ ജനറിക് ആയിട്ട് പറയുന്നുണ്ട്. ഈ 4 എന്നുള്ള വാല്യൂ കിട്ടാൻ കാരണം എന്താ? ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ മൈക്ക് ഓൺ ആവാൻ പ്രയാസം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. 4 എന്നുള്ള വാല്യൂ കിട്ടാൻ 1+3 അല്ലേ? അതാണ് അതിന്റെ റീസൺ. അയ്വാ, 1+3 എന്നുള്ളതാണ് 4 എന്നുള്ള വാല്യൂ കിട്ടാൻ. ഇപ്പോ ഞാൻ എനിക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന, എനിക്ക് കിട്ടുന്ന മാർക്കിന്റെ സ്കോർ, ഞാനൊരു ഇത്രയും പേപ്പർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ട് എഴുതിയിട്ട് എനിക്ക് എത്ര പേപ്പേഴ്സ് കവർ ചെയ്തു, അതിൽ എത്ര പേപ്പർ ബാക്ക് ഉണ്ട്, അതിൽ എല്ലാ പേപ്പറും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ എത്ര പെർസെൻറ്റേജ് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ, എന്താണ് എൻ്റെ റിസൾട്ട്? അത് എൻ്റെ ക്ലാസ്സിൽ ടീച്ചേഴ്സിനായിട്ടുള്ള എൻ്റെ ഒരു ബിഹേവിയർ, എൻ്റെ ക്ലാസ്സിൽ എനിക്കുള്ളൊരു വാല്യൂ, പബ്ലിക്കിൽ എനിക്കുള്ളൊരു വാല്യൂ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത്, ഉമ്മയുടെ അടുത്ത്, ഉപ്പാടെ അടുത്ത്, അമ്മയുടെ അടുത്ത്, അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, കസിൻ്റെ അടുത്തൊക്കെ എനിക്കുള്ളൊരു വാല്യൂ, സോഷ്യലി മറ്റെൻ്റെ മക്കളെടുത്തോ അതല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് എനിക്കുള്ളൊരു വാല്യൂ, അതാണ് ഈ 4. ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർക്ക് കിട്ടുന്ന വാല്യൂ, ടോട്ടലി
എന്താണോ ഇന്ന് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ നല്ല ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ എനിക്കുള്ളത്, ഞാൻ എത്ര സമയത്താണോ ഏർലി മോർണിംഗ് ഒരു 6 o'clock എഴുന്നേൽക്കാറുള്ളത്, അതോ 7 o'clock ഞാൻ Completely true. എഴുന്നേൽക്കാറുള്ളത്, ഓർ Completely good. 5 o'clock 4 o'clock ഏർലി മോർണിംഗ് ഞാൻ എഴുന്നേൽക്കാറുണ്ടോ, അതെല്ലാം ഇതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഡെയിലി എന്തെങ്കിലും പുതിയ വായനകൾ നടത്താറുണ്ടോ, ഇതെല്ലാം 1+3 എന്നുള്ള വാല്യൂ ആണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വാല്യൂ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ നന്നായി പഠിക്കുകയും നല്ല ജോലിയിലെത്തിക്കുക, നല്ല പഠിച്ചാൽ മാത്രം നല്ല ജോലിയിലെത്താൻ കഴിയുക, നല്ല ജോലിയും നല്ല കാശും നല്ല വെൽത്തൊക്കെ ആയിട്ട് നമ്മളുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ടാന്നുണ്ടോ? ഒരു മോശമായിട്ടുള്ള കാര്യമാണോ? എന്താ അഭിപ്രായം? നല്ലതല്ലേ അല്ലേ? പറയടോ, അഭിപ്രായം പറയൂ. യെസ് ഓർ നോ? യെസ്, അങ്ങനെ വേണം അല്ലേ? അതെ, വേണം എന്നുള്ള ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ നമ്മളെ മനസ്സിൽ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, യെസ്, എനിക്ക് വിജയിക്കണം, എനിക്ക് ഈ 4 എന്നുള്ള വാല്യൂ പോരാ, എനിക്ക് 10 തന്നെ വേണം, എനിക്ക് എൻ്റെ വാല്യൂയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം, ഫസ്റ്റ് ക്ലാസ് തന്നെ മാർക്ക് വേണം, എനിക്ക് നോർമലി പാസ്സായി പോരാ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് അല്ല ഡിസ്റ്റിങ്ഷൻ തന്നെ വേണം. ചില സ്പാർക്കുകൾ ജനറേറ്റ് ആവണം. ഉള്ളിൽ ചില സ്പാർക്ക് ഉണ്ട് ജനറേറ്റ് ആയാലുണ്ടല്ലോ, ഒരു സ്ട്രോക്ക് വന്നാലുണ്ടല്ലോ, പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ ഈ ലോകത്തേക്ക് കുതിച്ചു ചാടിയിട്ട് അവൻ പലതും അച്ചീവ് ചെയ്ത. സംസാരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ വാക്കുകളായി ആശയങ്ങൾ പറയുമ്പോൾ നൂറുകണക്കിന് വാക്കുകളെയും പദങ്ങളെയും സെന്റൻസുകളെയും, ഈ സെന്റൻസുകളൊക്കെ ഓരോ ആശയങ്ങളായിട്ട് നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നു. പല കഴിവുകൾ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട് എന്നിരിക്കെ നമ്മൾക്ക് 4 എന്നുള്ള വാല്യൂ അല്ല, ലൈഫിൽ എല്ലാ തലത്തിലും ഉയരങ്ങളിലേക്ക് എത്താനുള്ള 10 എന്നുള്ള വാല്യൂ തന്നെ ആക്കാൻ പറ്റും. പെട്ടെന്ന് 4 10 പറ്റുമോ? സാധ്യമാണ്. ചെറിയ ചെറിയ ആഡ് ഓൺസ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ വിത്തുകളൊക്കെ പാകിക്കഴിഞ്ഞാൽ അത് മുളക്കുന്ന രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റീസൺസിൽ 1+3 എന്നുള്ള റീസൺസിൽ വ്യത്യാസം വരുത്തിയാൽ അത് റിസൾട്ടിൽ മാറ്റം വരും. എന്താണ് അതിനൊരു വഴി ഇവിടെ? ഈ 3യുടെ ഞാൻ ചെയ്യാൻ പോകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാ. ഹൗ ക്യാൻ ടു ഇൻക്രീസ് ദ റിസൾട്ട് 10 എന്നുള്ള വാല്യൂ ആക്കാൻ എന്താ ചെയ്യാ ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയാം അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറയാം. എനിക്ക് വാല്യൂ 10 ആക്കണം. എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനൊന്നും ആയ പോരാ. എനിക്ക് എൻ്റെ ഉമ്മ എന്നെക്കുറിച്ച്, എൻ്റെ അമ്മ എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തിലൊക്കെ നന്നായി പഠിക്കുന്ന പയ്യനാണ്, നല്ല ഉഷാറാണ്, ഇവന് നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടാ, നമ്മളെ കുടുംബത്തിന് അഭിമാനം തന്നെയാണ് കേട്ടോ, നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ഷിനു ആണ്, അതുപോലെ മെഹനത്തുൽ, അതല്ലെങ്കിൽ ഐഷ, റസീന, ആഷിഖ്, ഇവരെക്കുറിച്ചൊക്കെ പല ആളുകൾ എൻ്റെ മുന്നിൽ കാണുന്ന പേരുകൾ പറയണം. ഇവരൊക്കെ ഈ കുടുംബത്തിനും ചുറ്റുവട്ടങ്ങളിലും നാടിനൊക്കെ അഭിമാനാവാൻ പോവാണ്. ഈ 4 എന്നുള്ള വാല്യൂ ഒന്നും പോരാ, 10 ആവണം. എന്ത് ചെയ്യും? ആഡ് 6 മോർ എഫേർട്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ? അതിനുവേണ്ടി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ നമ്മൾ അതിലെത്തിച്ചേരും. അതാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് അയ്യോ, 10ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്കാട്ടിലും കൂടുതൽ പ്രതീക്ഷ ചെയ്ത് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അല്ലാതെ നമ്മൾ 10ൽ എത്തണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ നടക്കൂല. അതിനുവേണ്ടി എത്രത്തോളം എഫർട്ട് എടുക്കുന്നുണ്ടോ അതിന്റെ വിജയം നമുക്കുണ്ടാവും. അയ്യോ, നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇരുന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കറക്റ്റ്, ഗുഡ് പോയിന്റ്, അപ്രീഷിയേറ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ ഈ 4ൽ നിന്ന് 10ലേക്ക് എത്തണം. വാല്യൂ ഓഫ് പ്രാക്ടീസ്. നമ്മളിങ്ങനെ എനിക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൊച്ചിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല, ആക്ഷനിലേക്ക് ഇറങ്ങണം അല്ലേ? എവരി ആക്ഷൻ ക്രിയേറ്റ് ആൻഡ് ഹാബിറ്റ്. ഒരു ആക്ഷനിലേക്ക് ഇറങ്ങണം. ആക്ഷനിലേക്ക് ഇറങ്ങാൻ എന്ത് വേണം? ഒരു തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആ തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ ന്യൂറോൺസ് വർക്കൗട്ട് ആവുന്നത്. 10,000 crore ന്യൂറോൺസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും ബ്രെയിനിലുള്ളത്. ചെറിയ സാധനമല്ല. അതിൽ ഒരു തോട്ട് വരുമ്പം അവിടെ ഓരോ ഹോർമോൺസ് ജനറേറ്റ് ആവാണ്. ഈ ഹോർമോൺസ് ഒക്കെ ജനറേറ്റ് ആവാൻ ഒരുപാട് എനിക്കറിയുന്ന പല മെഡിസിൻസ് ഉണ്ട്. സൈക്കോമെട്രിക്കിലൊക്കെ ചില കേസിലൊക്കെ വരുമ്പോൾ അത്തരം മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ഈ ഹോർമോൺസ് ഒക്കെ നമ്മളെ മനസ്സിൽ നല്ലൊരു ചിന്ത ജനറേറ്റ് ചെയ്താൽ അപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ യാദൃശികമായിട്ട് പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് നായക്കൂട്ടങ്ങൾ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് നമ്മൾ ഒരു ഭയപ്പാടുണ്ടാവുക.
ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ സമയത്ത് നമ്മളിങ്ങനെ ഓടി 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 ഒരുപാട് തളർന്ന അവശയായിട്ടൊരു വീട്ടിലേക്ക് കയറി. ചെറുപ്പാണെന്ന് കരുതിക്കോ, ആ കുട്ടി വേർത്ത് പേടിച്ചൊരു പ്രത്യേക അവസ്ഥയായിട്ട് പിറ്റേ ദിവസം പനി പിടിക്കും. ഇതാണ് ഹോർമോൺസ്. പല ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. തോട്ടുകൾ എന്തായി മാറും? പല ഹോർമോൺസ് ജനറേറ്റ് ആവും, അത് പല ആക്ഷൻസ് ആവും. ഈ ആക്ഷൻസ് നമ്മുടെ ലൈഫിൽ പല ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകും. നല്ല നല്ല ആക്ഷൻസിലേക്ക് വരണം. അപ്പൊ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ 4 എന്നുള്ള വാല്യൂ എനിക്ക് പോരാ, 10 തന്നെ വേണം. നേരത്തെ പറഞ്ഞ പോലെ 6 മോർ എഫേർട്ട് വേണം. ഈ 6 മോർ എഫേർട്ട് ഈ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ഓഥറുണ്ട്. അറ്റോമിക് ഹാബിറ്റ് പലർക്കും അറിയായിരിക്കും, ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നമ്മൾ 0യിൽ നിന്ന് 2 എന്നുള്ള വാല്യൂയിലേക്ക് എത്തുക എന്നുള്ളത്, ചെറിയ ചെറിയ ഹാബിറ്റുകളെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു പോയിന്റ്, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്താട്ടെ, എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന മാത്സ്. അദ്ദേഹം അറ്റോമിക് ഹാബിറ്റിൽ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. 0 to 2, 0യിൽ നിന്ന് ഇന്ന് ഞാൻ എവിടെയാണോ ഉള്ളത്, ഇന്നലെ ഞാൻ എന്തായിരുന്നു, അത് പോരാ. അത് പോരാ എന്നുള്ളതിന് എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വേണം. അതല്ലേ, എനിക്ക് വലിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം, വലിയൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ചില ഇൻസൾട്ടുകളാവാം, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ, എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. ചിലപ്പോൾ വീടുണ്ടാക്കുന്നതായിരിക്കാം, ചിലപ്പം സ്ഥലം വാങ്ങിക്കണം, സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാവില്ല. അല്ലെ അമ്മയ്ക്കൊരു സഹായമാവണം, ഉമ്മാക്കൊരു സഹായമാവണം, ഉപ്പാക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഈ ഒരുപാട് 50 ഡിഗ്രി ചൂടിലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എൻ്റെ ഉപ്പാക്കും അച്ഛനും അവർക്കും ഞാനൊരു തണലാവണം, ഒരു സ്പാർക്ക് ജനറേറ്റ് ആവണം. ഇതാണ് ഈ ഹോർമോൺ ചേഞ്ചസ്. അത് ആ സ്പാർക്ക് വന്നാലുണ്ടല്ല. മഹാത്മാഗാന്ധി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങൾക്കറിയാലോ, ആ ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് എത്തിയ സമയത്ത് നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ സാഹചര്യങ്ങളെക്കുറിച്ചും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കുകയും ആ ഗ്രന്ഥത്തിൽ ആ പാരഗ്രാഫ് വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നൊരു സ്പാർക്കാണ്. വേഗം നാട്ടിലേക്ക് വണ്ടി കയറിയിട്ട് കഠിനമായിട്ടുള്ള ഫ്രീഡം ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കാരണമായെങ്കിൽ. റൈറ്റ് ബ്രദേഴ്സ് പക്ഷികൾ പറന്നു പോകുമ്പോൾ ആ പക്ഷികൾ പറക്കുന്നത് 2 ചിറകുകളുടെ ഒരു ബലത്തിലാണ്. അതേ ഒരു ആക്ടിവിറ്റി എന്തുകൊണ്ട് മനുഷ്യനും സ്വായത്തമാക്കിക്കൊണ്ടൊരു ഇമാജിനേഷൻ അന്ന് അവരുടെ തോട്ട് പ്രോസസ്സിൽ വന്നാണ്. നമ്മളെ മനസ്സിലും ചില സ്പാർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഈ 4 എന്നുള്ള വാല്യൂ 6ഉം കൂടി ആഡ് ഓൺ ചെയ്യണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ. അറ്റോമിക് ഹാബിറ്റിൽ പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ 0യിൽ നിന്ന് നമുക്ക് 2യിലേക്ക് എത്തുക എന്നുള്ളൊരു ശ്രമം. ചെറിയ ചെറിയ ആഡ് ഓൺസ്. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ 1 എന്ന് പറയുന്ന, എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ 1, ആ 1ന്റെ അവിടെ ചെറിയൊരു മാറ്റം. ഒരു പക്ഷേ ഞാൻ ഇന്ന് എഴുന്നേൽക്കുന്നത് 6 o'clockനാണെങ്കിൽ നാളെ മുതൽ 5 o'clockന് എഴുന്നേൽക്കാൻ തീരുമാനിക്കുക. ലോകത്ത് അറിയപ്പെട്ട ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്, അവർ ഫസ്റ്റ് പറയാറുള്ളത്, അവരുടെ ലൈഫിൻ്റെ ഓരോ എഴകീറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അവരൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നവരാ. ആ സമയത്താണ് അവർ എഫേർട്ട് ഇടുക. തീരെ ബുക്കുകൾ വായിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ സിലബസ് ഓറിയന്റഡ് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതോടൊപ്പം ഈ സിലബസ് വെച്ച് ഒരു മാത്സ് കാണുമ്പോൾ ആ മാത്സ് വെച്ച് റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചില ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങുക. നമ്മൾ പഠിക്കുന്ന തിയറികൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ആഡ് ഓൺസ് നമ്മളെ ലൈഫിലേക്ക് ഈ 1ന്റെ അവിടെ നിന്ന് ചെറിയൊരു കുനിപ്പ്, ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ റിസൾട്ട് 10 ആയി, അല്ലേ? then you will feel a tremendous change in your life. ഈ 0യിൽ നിന്ന് 2യിലേക്ക് എത്തുന്ന അറ്റോമിക് ഹാബിറ്റിൽ പറഞ്ഞ ആ സംഭവം, പിന്നെ 2 അടുത്ത ഇൻറ്റു 2 ആണ്, 4 ആണ്. പിന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് വരിക. അത് എല്ലാ മേഖലയിലും നമുക്ക് സമയമല്ല പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പിന്നെ 4 into 8 ആണ്, 8 into 16, പിന്നെ 32, പിന്നെ 64, 128, 512, 1024, 2048, അങ്ങനെ 4096, 8192. ഇത് ബ്രെയിനിന്റെ ഒരു ആക്ഷനാണ്. പക്ഷെ ഫസ്റ്റ് ആ ഒരു പൾസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ബ്രെയിനിൽ അത് സ്റ്റാർട്ട് ചെയ്യണം, ഫസ്റ്റ് ഒരു പൾസ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പലതും, നമ്മൾ അറിയുന്നില്ല, നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നേ ഉള്ളൂ.
നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു അപാര സംഭവം തന്നെയാണ്, നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ഓർത്തു നോക്ക്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ചില ഉദാഹരണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മൊബൈലിന്റെ പാസ്വേഡ്, ചിലൊരു നമ്പർ പാസ്വേഡ് ഇട്ടുണ്ട്, നമ്പർ അല്ലേ, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ PC യുടെ പാസ്വേഡ് ഒക്കെ ആണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്